ചോരത്തുള്ളികൾക്ക് മതജാതി ഭേദങ്ങൾ ഉണ്ടായിരുന്നില്ല. ചോര ചിന്തിയ സമരങ്ങൾ ആസേതു ഹിമാചലം ഒന്നാക്കി ഒറ്റ രാജ്യക്കാരായവരാണ് സാക്ഷ്യം വഹിക്കുന്നത്. രാജ്യത്തിന്റെ പരമാധികാരം സമർപ്പിക്കപ്പെട്ട് നാളേറെയായി. ദാരിദ്ര്യവും പട്ടിണിയും തൊഴിലില്ലായ്മയും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് കൂപ്പുകുത്തുമ്പോൾ പ്രതിരോധത്തിന്റെ സമരജ്വാലകളുമായി ഇന്ത്യൻ വ്യാപനം ഉണരുക തന്നെ വേണം. വിദ്യാഭ്യാസം മുദ്രാവാക്യത്തിന്റെ ചരിത്രം എങ്ങനെയാണോ വായിച്ചു കാണുന്നത് അതുപോലെ തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവും ഇവർ വായിച്ചു കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഇൻക്വിലാബ് സിന്ദാബാദ് മുദ്രാവാക്യം വിളിക്കാൻ മടിയണിക്കുന്നവർ വന്ദേമാതരം പൂർണ്ണമായി ആഗ്രഹിക്കാൻ ഒരു മടിയില്ലെന്ന് AICC ആസ്ഥാനത്ത് നമ്മളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ നാട് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഈ നാട്ടിൽ ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയും ഈ നാടിന്റെ ജനാധിപത്യവും സംരക്ഷിക്കപ്പെടാൻ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നമ്മൾ വിചാരിക്കുന്നവർ പോലും അവരുടെ AICC ആസ്ഥാനത്ത് പോലും വന്ദേമാതരത്തിന്റെ അവസാന ഇരവുകൾ കൂടി വായിച്ചു തീർത്തത് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അപ്പോഴാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന സ്ഥാനം. എന്നാൽ ഇന്ന് ആ അവകാശപ്പെടാൻ ഒന്നുമില്ലാത്ത ഒരു പ്രസ്ഥാനമായി നമ്മുടെ മുമ്പിൽ നഗ്നമായി അവരുടെ മതനിരപേക്ഷ മുഖം കൂടി അണിഞ്ഞു വീഴുന്നത് നമ്മൾ കാണുകയാണ്. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസ്രത് മഹാനി എന്ന് പറയുന്ന സയ്യിദ് അസ്രത് മഹാനിയാണ് ഇൻക്വിലാബ് സിന്ദാബാദ് മുദ്രാവാക്യം ആദ്യമായി എഴുതുന്നത്. എന്നാൽ ഭഗത് സിംഗാണ് അത് ഒരു പ്രത്യേക സമര പോരാട്ടത്തിന്റെ ഭാഗമായി ആ സമര മുദ്രാവാക്യം ഉയർത്തുന്നത്. അസ്രത് മഹാനി എഴുതിയ ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തെ പിന്നീട് ഭഗത് സിംഗിന്റെ സമര പോരാട്ടത്തിന്റെ ഭാഗമായി ഏറ്റെടുക്കുകയും ഈ രാജ്യത്തെ യുവാക്കളെ ചേർത്ത് നിർത്തി 1885 ഇന്റർനാഷണൽ കോൺഗ്രസ് ഉണ്ടായതെങ്കിൽ 1920 ശേഷം ഈ രാജ്യത്തിന്റെ സമര പോരാട്ടങ്ങളുടെ ചിത്രം തന്നെ മാറിയത് ഭഗത് സിംഗ് പോലെയുള്ള ഇടതുപക്ഷ നേതാക്കളുടെ അസത്ത് മഹാനിയെ പോലെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വേരോട്ടം ഈ രാജ്യത്ത് ഉണ്ടായതിനു ശേഷമാണ്. അവർ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവരാണ് എന്ന ചരിത്രത്തെ പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തൊരു കാലത്ത് ഞാൻ ഓർക്കുകയാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് DYFIക്ക് അല്ലെങ്കിൽ അത്തരം വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ല. അവർ ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തവരാണ് എന്ന ചരിത്രത്തെയാണ്, തെറ്റായ ചരിത്രത്തെയാണ് ഈ രാജ്യം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരു സമരം നമ്മുടെ ഡൽഹിയിലൊക്കെ ഒരു സമരം കണ്ടു. ആ സമരം പാർട്ടി എന്ന് പറയുന്ന CJPയുടെ നേതൃത്വത്തിലാണ് ആ സമരം ഉണ്ടായത് എന്നാണ് നമ്മളെല്ലാവരും മാധ്യമങ്ങളിലൂടെയൊക്കെ വായിച്ചത്. എന്നാൽ ആ സമരത്തിന് മുമ്പ് SFIയുടെ നേതൃത്വത്തിൽ, DYFIയുടെ നേതൃത്വത്തിൽ സഖാവ് NABP ഉൾപ്പെടെയുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ ആ സമരത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നു എന്നതാണ്. ഐഷി ഘോഷിനെ പോലെ SFIയുടെ ദേശീയ നേതാക്കൾ ആ സമരത്തിന്റെ മുഖമായി അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. ആ സമരത്തിന് മുമ്പിൽ അതിനെ വെടിവെച്ചുകൾ കൊണ്ട് ലാത്തികൊണ്ട് പെൺകുട്ടികളുടെ പിൻഭാഗത്ത് കൊണ്ട് ലാത്തികൊണ്ട് മർദ്ദിച്ച് ആ പെൺകുട്ടികളെ സമരത്തിന്റെ പിൻവലിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോ, ആ സമരത്തെ അടിച്ചെടുക്കാനുള്ള സമരങ്ങൾ നടത്തിയപ്പോ RSSന്റെ തീരുമാനപ്രകാരം ആ സമരത്തിന്റെ പങ്കെടുക്കുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അധിക്ഷേപിച്ചുകൊണ്ട് ആക്രമിച്ചുകൊണ്ട് ആ സമരത്തെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോ ആ ശ്രമങ്ങൾ മുഴുവൻ പരാജയപ്പെടുത്തിക്കൊണ്ട് RSSന്റെ തിട്ടൂരത്തിന്റെ മുമ്പിൽ ആ സമരം വിജയമായി കടന്നു വന്നപ്പോ ദിവസങ്ങൾക്കുള്ളിൽ RSSന്റെ പോലീസ് കടന്നു ഓഫീസ് ഒരു തിട്ടൂരമായി, ഒരു അറസ്റ്റ് വാറന്റുമായി കടന്നിട്ടുള്ളത് കോൺഗ്രസിന്റെ ഓഫീസിലേക്കായിരുന്നില്ല, അത് AK ജിമാറിലേക്കായിരുന്നു
നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഡിവൈഎഫ്ഐയുടെ പ്രകടനം ഈ മണ്ണിൽ ഈ വടകരയിൽ നടക്കുമ്പോ, ഈ തെരുവിൽ നടക്കുമ്പോ കോൺഗ്രസിന്റെ നേതാക്കൾ ചോദിക്കും, ഇവിടെ പ്രകടനം നടത്തിയിട്ട് ഡിവൈഎഫ്ഐക്കാരൻ 12 പ്രകടനം നടത്തുമ്പോ നെതന്യാഹു അവിടെ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണോ ഇവർ കരുതുന്നത് എന്ന് ചോദിക്കുന്നവരെ കോൺഗ്രസുകാർ. അവരാണ് വന്ദേമാതരത്തിന്റെ അവസാന ഈരടിയും ചൊല്ലി തീർക്കുന്നത് വരെ എന്ന് AICC ആസ്ഥാനത്ത് നമ്മൾ കണ്ടത്. ഈ കേരളത്തിന്റെ ഇട്ടാവട്ടത്ത് മാത്രമുള്ളൂ ഇത് നിങ്ങൾ പരിഹസിച്ച SFIയുടെ DYFIയുടെ നേതാക്കളെ തേടിയാണ് ഡൽഹി ജന്തർ-മന്ദറിന്റെ സമരത്തിന് ശേഷം RSSന്റെ പോലീസ് നടത്തിച്ചതെന്ന് ഈ നാട് തിരിച്ചറിയുകയാണ്.